അല്ല, അങ്ങനെ ഒരു നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഒരു സാമന്ത രാജ്യമായി മാറുന്ന കാര്യം വിദൂരമല്ല. പാകിസ്ഥാൻ വരില്ല. അങ്ങനെ വരികയാണെങ്കിൽ സാമന്തര രാജ്യങ്ങളാണ് വരുന്നത്. ബലൂചിസ്ഥാൻ, സിന്ധ്, പിന്നെ ഇത് ജമ്മു കാശ്മീർ, ജമ്മു കാശ്മീർ അല്ല, പാകിസ്ഥാൻ ബാൾട്ടിസ്ഥാൻ, ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ. ഈ ഗിൽജിത്ത് അല്ല, അത്തരം സാമന്ത രാജ്യം വക്കാറിന്റെ കാര്യം വക്കാർ കോറിഡോർ, അത് ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനാണ്. ഈ വക്കാർ കോറിഡോർ നമ്മൾ പിടിച്ചെടുക്കാൻ പോണതിന് മുമ്പാണ് നമ്മൾ വാർ നിർത്തിയത്. അത് ഇനി അടുത്ത വാർ വരെയാണെങ്കിൽ നമ്മൾ അവിടെയെങ്കിലും നമ്മൾ പോവില്ല. അതൊക്കെ അവന്മാർ തമ്മിൽ ബലൂചിസ്ഥാനൊക്കെ കൈകാര്യം ചെയ്തോളും. ഇവിടെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ വക്കാർ കോറിഡോർ എന്താണെന്ന് വെച്ചാൽ, ഈ വക്കാർ കോറിഡോർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, വക്കാർ കോറിഡോർ ആക്ച്വലി അഫ്ഗാനിസ്ഥാൻ്റെ ആണ്. പക്ഷെ അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു ഓക്കെ, യു ആർ, നിങ്ങളിങ്ങി വരൂ, നമുക്ക് ബോർഡർ ഷെയർ ചെയ്യാം. നമ്മളെ ഒരു ലോറി പിന്നെ ഡൽഹിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോസ്കോയിൽ പോയി നിൽക്കാം. ഇപ്പം നമുക്ക് നിർത്തിയില്ല. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. പാകിസ്ഥാൻ്റെ കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ കിഴക്കൻ പാകിസ്ഥാൻ, പഴയ കിഴക്കൻ പാകിസ്ഥാനായിട്ട് നമ്മുടെ ബംഗ്ലാദേശ്, അവിടെ അസ്വസ്ഥത പുകഞ്ഞു പുറത്തായി ആകെ പ്രശ്നമാണ്. എന്ത് പറയും, നമ്മുടെ ഷേഖ് ഹസീനയെ തൂക്കിക്കൊല്ലാൻ വരെ വിധിച്ചിരിക്കുന്നു. അവരാണ് ഒരു പക്ഷേ 15 വർഷം ഭരിച്ചിട്ട് ഏറ്റവും ഒരു അധസ്ഥിതമായി കിടന്ന ബംഗ്ലാദേശിനെ ഉയർത്തിക്കൊണ്ടുവന്നത് അവരാണ്. ഇപ്പോൾ അവിടെ ജൻസി കലാപം നടന്നു, അവരെ പുറത്താക്കിയിരിക്കുന്നു, അവരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. അവിടെയും അസ്വസ്ഥത, യൂനിസിന് കഴിയുന്നത്ര തരത്തിൽ ഭരിക്കാനും പറ്റുന്നില്ല എന്നുള്ള നിലയിലേക്ക് വന്നിരിക്കുന്നു. ആ അസ്വസ്ഥതകൾ ഇന്ത്യ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സമീപനം? ഈ ചന്തു നായർ, ഈ നമ്മളിപ്പോൾ പാകിസ്ഥാനെ പറ്റി സംസാരിച്ചു. പാകിസ്ഥാനികൾ നമ്മുടെ ശത്രുക്കളാണ്. പക്ഷേ പാകിസ്ഥാനിൽ നമുക്ക് സുഹൃത്തുക്കളുണ്ട്, ഡെഫിനറ്റായിട്ട് സുഹൃത്തുക്കളുണ്ട് പാകിസ്ഥാനിൽ. എല്ലാ പാകിസ്ഥാനികളും നമുക്കെതിരില്ല. ബട്ട് പാകിസ്ഥാൻ ആർമി ഈസ് ഡെഡ്ലി അഗൻസ്റ്റ് അസ്. പക്ഷേ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാഷ്ട്രത്തിലേക്ക് വരുമ്പം, ഫ്രം ടൈം മെമ്മോറിയൽ സെൽഫ്, പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് മുമ്പേ ബംഗാളിലെ മുസ്ലിംസ് നമുക്ക് അഗൻസ്റ്റാണ്. 1906 ആദ്യമായിട്ട് അവരവിടെ ഒരു യോഗം കൂടി, അവിടുത്തെ മുസ്ലിം ലീഗ് യോഗം കൂടി, സെപ്പറേറ്റ് കൺട്രി വേണമെന്ന്. അന്ന് ജിന്നയില്ല, ജിന്ന പറഞ്ഞിട്ടില്ല. ജിന്ന അതിന് ശേഷം 45 വർഷത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ചോദിച്ചത്. 1906 ഡാക്കയിലാണ് ആ മീറ്റിംഗ് നടന്നത്. സെപ്പറേറ്റ് മുസ്ലിങ്ങൾക്ക് ഞങ്ങൾക്ക് സെപ്പറേറ്റ് രാഷ്ട്രം വേണം. അപ്പോൾ ഈ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ നമ്മളത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ വിദഗ്ധന്മാർക്ക് അറിയാം, പക്ഷെ ഞാൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയുന്നതാണ്. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ ഒരു ഡിഫിക്കൽട്ട് DNA ആണ്. പാകിസ്ഥാനികളെ പോലെയല്ല. പാകിസ്ഥാനിൽ നമുക്ക് സുഹൃത്തുക്കളാകാം, മതം സംസാരിക്കുകയും വേറെ വൃത്തിയോട് സംസാരിക്കുകയും ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ബംഗ്ലാദേശിൽ അങ്ങനെയല്ല. ബംഗ്ലാദേശിൽ ഷേഖ് ഹസീന അവിടെ നിൽക്കട്ടെ, എൻ്റെ അറിവിൽ ഇന്ത്യയോട് സ്നേഹമുണ്ടായിരുന്ന ഒരു ഒറ്റ ആളെ ഉണ്ടായിരുന്നു, ഷേഖ് മുജിബുർ റഹ്മാൻ. അദ്ദേഹത്തെ പാകിസ്ഥാൻ ISIയും എല്ലാവരും കൂടെ ചേർന്ന് തട്ടിക്കളഞ്ഞു. അദ്ദേഹം രാഷ്ട്രപിതാവ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ മകളാണ്. അതെ, അവര് അവിടെ ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നേ അവരെയും തട്ടിക്കളഞ്ഞു. അത് ബംഗ്ലാദേശിലെ ISIയുടെ ഏജൻസ് അന്നും ഭയങ്കര പോപ്പുലറായിരുന്നു, പവർഫുൾ ആയിരുന്നു. അത് ജമാഅത്ത് ഇസ്ലാമിയാണ്. അവന്മാർ ഭയങ്കര ഫണ്ടമെൻ്റലിസ്റ്റാണ്. അപ്പം അവന്മാരും ISIയും കൂടെ ചേർന്നാണ് ഇവർ തട്ടിയത്. അപ്പം എൻ്റെ പോയിൻ്റ് അതല്ല. ഈ ബംഗ്ലാദേശിനെ പോലുള്ള ഒരു DNA ഉള്ള നല്ല മനുഷ്യരെ മേ ബി അത് എവിടെയും കാണും. പക്ഷെ ഭൂരിപക്ഷവും ബംഗ്ലാദേശ് DNA എന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട് DNA. യു കനോട്ട് ട്രസ്റ്റ് ദം. ദേ ആർ വെരി ചീറ്റ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ. ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ഹിറ്റ്ലർ അടക്കം ഞാൻ ചോദിക്കണം, ചന്തു നായറിനെ ചൂണ്ടിക്കാണിക്കാമോ? അവനവൻ്റെ അപ്പനെ കൊന്നു, അമ്മയെ കൊന്നു, സഹോദരിയെ കൊന്നു, ഭാര്യയെ കൊന്നു, ആരെ വേണമെങ്കിലും ഒരു കൊല്ലും. ഷേഖ് ഹസീന രക്ഷപ്പെട്ടതാണ്. ഈ ബംഗ്ലാദേശികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേരെയാണ് അവിടെ കൊന്നത്? മറ്റേ ഷേഖ് മുജിബുർ റഹ്മാനാണ് അന്ന് വിളിച്ച് ഇന്ത്യയായിട്ട് ചേർന്ന്, അയ്യോ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. നമ്മൾ രക്ഷപ്പെടുത്തി, ഇന്ത്യക്ക് ഇട്ട് പണിത്. ഇന്ത്യക്കാരെ കൊന്നു, ഹിന്ദുക്കളിലാണ് അവർ കയറി പണിയുന്നത്, ഹിന്ദുക്കളെ ഉപദ്രവിച്ചു. അത് കഴിഞ്ഞ് വേറൊരുത്തം വന്നു, റഹ്മാൻ, ഇപ്പോഴത്തെ ഖാലിം സിയയുടെ ഭർത്താവ്, അവൻ വന്നു, അവനെ തട്ടി. ഇത് നമ്മളാരും അല്ല തട്ടിയത്, പാകിസ്ഥാനും അല്ല തട്ടിയത്, അവനെ തട്ടി ബംഗാളികൾ. അത് കഴിഞ്ഞ് വേറൊരു മിലിറ്ററി റൂളർ വന്നു, അവനെയും തട്ടി. ഇപ്പം യൂനിസിനെ ബിൽ ക്ലിൻ്റൺ പിടിച്ചോണ്ട് വന്നാണ്.
ഈ യൂനിസിനെ ഇവർ തട്ടും, ഇവർ ആരെ വേണമെങ്കിലും തട്ടും. ഹൈലി അണ്ടർലേബിൾ. ഇനി ഷേഖ് ഹസീനയിലേക്ക് വരാം. ഷേഖ് ഹസീന നമ്മളോട് സ്നേഹമായിട്ടൊക്കെ നിൽക്കുന്നു. പക്ഷെ അവരെ ഭരണകാലത്ത് ഈ ചിലര് തൊപ്പി വെച്ച അപ്പനെ കാണുമ്പോൾ ചോദിക്കും, എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. അല്ല, ഇപ്പം അടുത്ത കാലത്തായിട്ട് അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമും അതോടൊപ്പം തന്നെ ഹമാത്തെ ഇസ്ലാമും രണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്ത്. അവർ ഈ രാഷ്ട്രീയ ഇടപെടലുകളിലേക്ക് നേരിട്ടെത്തുന്നു. ഈ പറഞ്ഞ തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് യൂസഫ് പിന്നെ പ്രേരിപ്പിക്കുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് കാര്യം നീങ്ങിയിട്ടുണ്ട് അല്ലേ? അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ബംഗാളിയുടെ DNA പറഞ്ഞാലല്ലേ നമുക്ക് ആ കാര്യം പറയുമ്പോൾ ആൾക്ക് മനസ്സിലാവുള്ളൂ. ഷേഖ് ഹസീന പോലും, ഞാൻ പറയുന്നത് ഷേഖ് ഹസീന പോലും അതിൽ നിന്ന് വിഭിന്നമല്ല ഈ DNA-യിൽ. അവർ അന്ന് നിവൃത്തിയില്ലാത്ത നമ്മളവിടെ നിന്നാണ്. പക്ഷേ നമ്മൾ ഇവിടുത്തെ കോട്ടൺ എല്ലാം കൊടുത്ത്, ബംഗ്ലാദേശിന് കോട്ടൺ ഇല്ല, കോട്ടൺ എല്ലാം കൊടുത്ത് ലോകത്തിലെ സെക്കൻഡ് ബിഗസ്റ്റ് എക്സ്പോർട്ടറായി, തുണി എക്സ്പോർട്ടറായി. അവരുടെ പാകിസ്ഥാൻ്റെ മോളിൽ പോയി GDP. ഇതെല്ലാം ചെയ്യിപ്പിച്ചത് ഇന്ത്യയാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച് കിടക്കട്ടെ, നമുക്ക് വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണിത്, അതുകൊണ്ട് നമ്മളവിടെ സ്നേഹമായിട്ട് നിൽക്കുമെന്ന് വിചാരിച്ചു. അവർ ചെയ്ത പണികൾ എന്താണെന്നറിയാം. ബംഗ്ലാദേശ് ഓഫീസ് അവിടെ ഉണ്ടായിരുന്നു UN-ൽ. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, വി ഹാവ് MiG-29. MiG-29 അന്നത്തെ ടോപ്പ് ഇതാണ്, എയർക്രാഫ്റ്റാണ്, റഷ്യയുടെ ടോപ്പ്. ഇന്ത്യക്കുണ്ട്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എന്തിന് MiG-29? ആരെ ആക്രമിക്കാൻ? അല്ല, ലെറ്റ് us have it. അത് ഇന്ത്യ ഉദ്ദേശിച്ചാണ്. MiG-29 അന്ന് പാകിസ്ഥാനായിട്ട് അവർക്ക് ശത്രുതയില്ല. ഇപ്പം ലേറ്റസ്റ്റ് നമുക്കൊരു പസിൽ തന്നു ഈ ഷേഖ് ഹസീന. ന്യൂക്ലിയർ റിയാക്ടർ ഇവർക്ക് എന്തിനാണ്? ആരെ ആക്രമിക്കാൻ? ശ്രീലങ്കയെ? അതാ പാകിസ്ഥാൻ ആക്രമിക്കാൻ. ഷേഖ് ഹസീന ന്യൂക്ലിയർ റിയാക്ടർ കൊണ്ടുവന്നു. പിന്നെ അവർ ബുദ്ധിപൂർവ്വം നിന്നു. അവർ ചൈനയുടെ ഇതെന്ന് കഴിഞ്ഞാൽ ഇന്ത്യ ഉടക്കുണ്ടാക്കും. അപ്പോൾ ഷേഖ് ഹസീന പറഞ്ഞു, എന്തായാലും ന്യൂക്ലിയർ റിയാക്ടർ അല്ല, റഷ്യൻ ന്യൂക്ലിയർ റിയാക്ടർ, അതിൻ്റെ സാധനങ്ങളാണ് നമ്മൾ കത്തിച്ചു കളഞ്ഞത്. ഇപ്പോൾ 1.5 മാസം മുമ്പ് ഡാക്ക എയർപോർട്ടിൽ കൊണ്ട് നിർത്തിയിരുന്നു. അപ്പം മറ്റേ ഡ്രോൺ വന്ന്, നമുക്കറിഞ്ഞൂടെ ഏതോ അജ്ഞാത ഡ്രോൺ വന്ന് അത് ഇടിച്ചങ്ങ് താർത്ത്. അപ്പോൾ ഈ ഷേഖ് ഹസീന പോലും, എന്നിട്ട് ഷേഖ് ഹസീന ലാസ്റ്റിൽ ഈ സ്ഥാനഭ്രഷ്ടമാകുന്നതിന് തൊട്ട് മുമ്പ് പിന്നെ അവിടെ പോയി ചൈനയിൽ പോയി അവിടെ പോയി നമ്മളെ ചീത്ത പറഞ്ഞു ഷേഖ് ഹസീന. അപ്പം അവരും അവരുടെ ആ ക്വാളിറ്റി കാണിച്ചു ആ ബംഗാളികളുടെ. ദേ ആർ നെവർ ട്രസ്റ്റ് വർത്തി. പാകിസ്ഥാനേക്കാളും വലിയ പ്രോബ്ലമാണ് ഈ ബംഗ്ലാദേശ്. പിന്നെ നമ്മുടെ ഇപ്പം ചിക്കൻ നെസ്റ്റ് അത് കട്ട് ചെയ്യും എന്ന് യൂനിസ് ചൈനയിൽ പോയി പറഞ്ഞു നമ്മുടെ അടുത്ത്. ഹൗ ഡെയർ! വല്ലാത്തൊരു ഡിഫിക്കൽട്ടാണ് ഈ ബംഗാളി. ഇടയ്ക്ക് ഒരു അപവാദങ്ങൾ അല്ലെങ്കിൽ കുപ്രചരണമായിരുന്നു ചിക്കൻ നെസ്റ്റ് ഇന്ത്യ പിടിച്ചെന്നൊക്കെ. അത് വെറുതെ ആവാസമല്ലേ? ഞാൻ അവിടെ പോയി ഞാൻ കണ്ടില്ല. പക്ഷേ ഞാൻ അനുമാനിക്കുന്നത്, ബീങ് എ പാട്രിയോട്ട്, ചിക്കൻ നെസ്റ്റ് ഇപ്പം നമ്മുടെ കയ്യിലാണ്, കൺട്രോളിലാണ്. അത് 22 കിലോമീറ്റർ വിട്ടുള്ളതാണ്. നമ്മൾ 60 കിലോമീറ്ററോളം കയറി അങ്ങ് പിടിച്ച്. കാര്യം ഞാൻ യൂനിസ് അവിടെ പോയിട്ട് പറഞ്ഞ്, ഞങ്ങൾ ചിക്കൻ നെസ്റ്റ് കട്ട് ചെയ്താൽ നിങ്ങളുടെ 7 സ്റ്റേറ്റ് പോയെന്ന് പറഞ്ഞു. അന്നാ പിന്നെ തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് നമ്മൾ കയറി ചെയ്താണ്. കാര്യം പറഞ്ഞാൽ പിന്നെ ഇയാളുണ്ടല്ലോ വക്കാർ റഹ്മാൻ, അവരുടെ ചീഫ്, അയാൾ ഇവിടേക്കാണ് ട്രെയിനിങ് എല്ലാം കഴിച്ചത്. അയാൾക്ക് ഇന്ത്യൻ ആർമിയുടെ കപ്പാസിറ്റിയൊക്കെ. എന്നാലും അയാൾ ബംഗ്ലാദേശിയാണ്. ഞാൻ പറഞ്ഞ DNA കുഴപ്പമുണ്ട്. അപ്പം അയാളാണ് ഇപ്പം നമുക്കവിടെ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. പക്ഷേ അയാളെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കില്ല. അയാൾ CIA ഏജൻ്റാണെന്ന് പറയപ്പെടുന്നു. അപ്പം ഈ ബംഗ്ലാദേശിൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ പണി ബംഗ്ലാദേശ്. വളരെ സൂക്ഷ്മതയോടെയാണ് ഇന്ത്യ ബംഗ്ലാദേശിന്റെ കാര്യങ്ങൾ കൈകാര്യം. ഭയങ്കര സൂക്ഷ്മത. ഒരു പക്ഷേ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഔദാര്യത്തിലാണ് ഇപ്പം കഴിയുന്നതെന്ന് പറയാൻ പറ്റും. എന്നും ഒരു ഔദാര്യത്തിലാണ്. പക്ഷെ നന്ദിയില്ല അവർക്ക്. നന്ദി എന്ന് പറയണം. പാകിസ്ഥാന് പിന്നെ നന്ദിയുണ്ട്, നമ്മുടെത്തല്ല ആ രാജ്യങ്ങളോട് നന്ദിയുണ്ട്, അമേരിക്കയോടും ചൈനയോടും നന്ദിയുണ്ട്. ഈ ബംഗ്ലാദേശിന് നന്ദി എന്ന് പറയണില്ല. ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് DNA ആണ്. അല്ല, ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ മിസ്മാഷ് ചെയ്യാന്നുള്ള വളരെ നിസ്സാരമായിട്ട് നമുക്ക് സ്മാഷ് ചെയ്യാം. നമ്മളെ ഇവിടുത്തെ ഞാൻ എക്സാജറേറ്റ് ചെയ്തു. കേരള പോലീസ് പോയ ഇപ്പം തന്നെ ബ്രഹ്മോസും നമ്മൾ മറ്റേ ബ്രഹ്മോസും S-400 ഒക്കെ അവിടെ വിന്യസിക്കേണ്ട സ്ഥലത്തൊക്കെ വിന്യസിച്ച് അവർ പേടിച്ച് വരണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ചന്തു നായർ പറഞ്ഞാലും 3ാമത്തെ എക്കോണമി ആകാൻ ശ്രമിക്കുന്നു. നമ്മൾ പിന്നെ ഒരു UN-ലും ഷൈൻ ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ വേറൊരു രാഷ്ട്രം കയറി നമ്മൾ ഓക്യുപ്പൈ ചെയ്തെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ BBC പോയി നിൽക്കും. BBC-ലും മറ്റേ CNN-ലും. പാകിസ്ഥാൻ കഴിഞ്ഞു, ബംഗ്ലാദേശ് നമ്മൾ സംസാരിച്ചു. ശ്രീലങ്ക അവരുടെ പൊളിറ്റിക്കൽ ടർമോയിൽ ടൈമിൽ ഞാനവിടെ പോയിരുന്നതാണ്, പോയി കാര്യങ്ങളെ കണ്ടതാണ്. വളരെ അസ്വസ്ഥമായിരുന്നു ആ രാജ്യം ആ സമയങ്ങളിൽ. ഇപ്പോൾ ഏകദേശം അങ്ങ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഇന്ത്യയുടെ ഔദാര്യത്തിൽ പച്ച പിടിച്ചു വരികയാണ്.
അവിടെ എക്സ്പോർട്സ് കൂടി, ടൂറിസം വളർന്നു, കാര്യങ്ങൾ ഒരു മിതമായ നിലയിലേക്ക് വന്നു, ഇൻഫ്ലേഷൻ ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും ശ്രീലങ്കയും പുകയല്ലേ? ഇല്ല, ശ്രീലങ്കയിൽ ഇപ്പോൾ പുകയില്ല. അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് റൂളറാണ് വന്നിരിക്കുന്നത് പ്രസിഡൻ്റായിട്ട്. അയാൾക്ക് കാര്യങ്ങൾ അറിയാം. ഈ ഇന്ത്യയെ കൂടുതൽ പ്രകോപിപ്പിച്ച് കഴിഞ്ഞാൽ തമിഴ് പുലികൾ ഇളകും. അത് ഇളകി കഴിഞ്ഞാൽ ശ്രീലങ്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കില്ല. തമിഴ് പുലികൾ ശ്രീലങ്ക പിടിച്ചടക്കി കൊളംബോ ഭരിച്ചേനെ. അവർ നമ്മുടെ രാജീവ്ജിയെ കൊന്നില്ലായിരുന്നെങ്കിൽ. അവരങ്ങനെ ഒരു മണ്ടത്തരം ചെയ്തു. അതോടെ നമ്മളെല്ലാ സൈഡും കട്ട് ചെയ്തു. അങ്ങനെയാണ് ഇവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയത്, സിംഹളർക്ക്. അപ്പോൾ ഇപ്പം പുകയെന്നൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ബംഗാളി റൈസ് പറഞ്ഞില്ലേ, നോട്ട് ബംഗാളി റൈസ്, ബംഗ്ലാദേശ് റൈസ്. ബംഗാളി റൈസ് എന്ന് ഞാൻ പറയില്ല, ബംഗ്ലാദേശ് റൈസ്. അതുപോലെ ഈ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ അവർ ബുദ്ധിസ്റ്റുകളാണ്. അവർ എല്ലാവരും അല്ല, ഒരു ചെറിയ ശതമാനമാണ്. ചെറിയ ശതമാനമല്ല, മെജോറിറ്റി ഇസ് എ ബുദ്ധിസ്റ്റ് കൺട്രി. അവിടെ ഹിന്ദുക്കളും മുസ്ലിംസുമാണ്, ക്രിസ്ത്യൻസുമാണ് കുറവ്. ദേ ആർ അബൌട്ട് 70% ബുദ്ധിസ്റ്റ് കൺട്രിയാണ്. അപ്പോൾ പിന്നെ ഈ ബുദ്ധിസ്റ്റ് എവിടെ ഉണ്ടെങ്കിലും അവരിത്തിരി സമാധാനപ്രിയരാണ്. സിംഹളർ പൊതുവെ നമുക്ക് എനിമിക്കലല്ല, ദേ ആർ ഓക്കെ. ഈ ഒരിക്കലും ബംഗ്ലാദേശിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. സിംഹളർക്കൊരു തോന്നലുണ്ട് ഇന്ത്യ അടുത്ത് കിടക്കുകയാണ്, ഇന്ത്യ വിചാരിച്ച് ഞങ്ങളെ ഉപദ്രവിക്കാൻ പറ്റും. മാത്രമല്ല, ശ്രീലങ്കയുടെ ഒരു ടൂറിസം മിനിസ്റ്റർ ഫേമസ് ഒരു സെൻറ്റൻസ് പറഞ്ഞു, എന്തോ ബോയ്ക്കോട്ടൊക്കെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്തിരി ടൂറിസവും ഞങ്ങൾക്ക് ഇത്തിരി തേയിലയും വിറ്റ് ഞങ്ങൾ ജീവിക്കുന്നവരാണ്. ഞങ്ങൾ ഈ ബോയ്ക്കോട്ടിനൊന്നും, ഞാൻ ഇന്ത്യ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞാണ്, ഞങ്ങൾ ഈ ബോയ്ക്കോട്ടിനൊന്നും ഇല്ല. അപ്പോൾ അവിടെ അതുകൊണ്ട് അവർ നമുക്കൊരു ദേ ആർ നോട്ട് ഡേഞ്ചറസ്. ചൈന വന്ന് അമ്പൻതോട്ടയിലൊക്കെ കയറി, പക്ഷെ നമ്മൾ തിരിച്ചു പിടിച്ചു. നമ്മൾ അതിൻ്റെ അപ്പുറത്തെ എയർപോർട്ട് തുടങ്ങി, ഇൻ്റർനാഷണൽ എയർപോർട്ട് തുടങ്ങി. പിന്നെ നമുക്ക് കൊളംബോ പോർട്ടും തന്നു, അദാനിയാണ് ഇപ്പോൾ കൊളംബോ പോർട്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പിടിച്ചു. പിന്നെ അടുത്ത പോർട്ട് മറ്റേ ഇവിടെ ജാഫ്നയുടെ അപ്പുറത്ത് ട്രിങ്കമലിയിൽ നമ്മൾ പോർട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്നു, വലിയ ഓയിൽ ഡിപ്പോയൊക്കെ പണിഞ്ഞാണ്. അപ്പം ഇന്ത്യ തിരിച്ചു പിടിച്ചു. ഇപ്പോൾ ചൈനയുടെ പഴയ അട്ടഹാസമൊന്നും ഇല്ല. അവർ നമ്മളെ കൂടെ നിൽക്കുള്ളൂ. അവരൊരു മര്യാദക്കാരാണ് സിംഹളക്കാർ. പ്രത്യേകം അവർ ബുദ്ധിസ്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. ദേ ആർ വെരി ഗുഡ് പീപ്പിൾ. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനും ശ്രീലങ്ക പോയി പല പ്രാവശ്യം സംസാരിക്കുകയും ഇടപെട്ടൊക്കെ ചെയ്തപ്പോൾ എനിക്ക് അവരെ ഇഷ്ടപ്പെട്ടു. അവർ പാവങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ഹിമാലയൻ താഴ്വരയിലെ ജൻസി കലാപം, അത് ഒരു വലിയ അസ്വസ്ഥതയാണ് ഒരു 2 ആഴ്ച കാലം ഉണ്ടാക്കിയത്. അവിടെയും അസ്വസ്ഥത പോകുന്നു. ഇന്ത്യയുടെ അയൽരാജ്യമാണ്. ആരാ എൻ്റെ പിന്നിൽ? ആരാണ്? CAAയും ISIയും ബംഗ്ലാദേശ് യൂനിസും. ഇവർ മൂന്നുപേരാണ്. എൻ്റെ വെറുതെ തെളിവില്ലാതെ അങ്ങനെ പറയാൻ പറ്റുമോ? തെളിവെല്ലാം ഉണ്ടല്ലോ. യു സെർച്ച് ദ ഇന്റർനെറ്റ്, യു ഇൻവെസ്റ്റിഗേറ്റ്. നേട്ടം നമ്മൾ അവിടെ കുറെ ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അജ്ഞാതരവിടെ ഇറങ്ങി വലിയ ശല്യം എന്നൊക്കെ പറഞ്ഞ്, പിന്നെ നമ്മൾ ട്രംപ് പറഞ്ഞ പോലെ കേട്ടില്ല, നമ്മളൊന്ന് ഒട്ടക്കി നിൽക്കുകയാണ്. ടാരിഫ് ഒന്നും ഇവിടെ ഒരു രക്ഷയൊന്നുമില്ലെന്ന് പറഞ്ഞു. നമ്മൾ റഷ്യൻ ഓയിൽ ഒന്ന് വാങ്ങിച്ച് കൂട്ടുകയാണ്. അപ്പം നമ്മളെ ഒന്ന് മര്യാദ പഠിപ്പിച്ചാണ്. അത് ഈ എന്തിനും ഗുണ്ടായിട്ട് നിൽക്കുകയല്ലേ ISI. അപ്പം ISI തോറ്റ് തൊപ്പിയിട്ട് നിൽക്കുകയല്ലേ. അപ്പോൾ അമേരിക്ക ഇളക്കി വിട്ടുകൊടുത്ത്, അമേരിക്ക, ബംഗ്ലാദേശ്, യൂനിസ്, ഈ മുനീർ, ഇവന്മാർ 3 പേരുമാണ് ഈ കലാപം ഇളക്കി വിട്ടത്. നമ്മൾ പക്ഷെ അത് കണ്ടെയ്ൻ ചെയ്തു. അതിന് ഇന്ത്യക്ക് റോൾ ഉണ്ടായിരുന്നു. കണ്ടെയ്ൻ ചെയ്യാൻ ഇന്ത്യക്ക് റോൾ ഉണ്ടായിരുന്നു. അല്ല, കണ്ടെയ്ൻ ചെയ്യുന്ന പറഞ്ഞാൽ ഇവന്മാർക്ക് പണി കൊടുത്തു. അത് കണ്ടെയ്ൻ ചെയ്ത് നമ്മുടെ സാധനമില്ലേ, ലഡാക്കിലാണ് ഈ കലാപം ഉണ്ടായത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഭൂട്ടാൻ, നേപ്പാൾ. ഇല്ല, ഭൂട്ടാനില് കലാപമൊന്നും ഉണ്ടായി, നേപ്പാളിലുണ്ടായി. ജൻസി അല്ല, ഭൂട്ടാൻ, നേപ്പാൾ. ഈ ലഡാക്കിൽ വലിയ കലാപം ഉണ്ടായി. അത് ഇവന്മാരിളക്കി വിട്ടാണ്. ഈ 3 പേര് ഞാൻ പറഞ്ഞു. ഈ അമേരിക്ക ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഒന്നിലും ഇല്ല, മാറി നിൽക്കുകയാണ്. നേപ്പാളിലുണ്ട് ജൻസി കലാപം. ചൈനയാണ് അതിന്റെ പിന്നിൽ. ചൈനയുണ്ട്, പിന്നെ USA ഉണ്ട്. USA ബംഗ്ലാദേശിൽ കടന്ന് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന. അവിടെ സെന്റ് മാർട്ടിൻ എന്ന് പറഞ്ഞാൽ അത് വേണമെന്ന് അത് ഇവർ പറഞ്ഞു, ഞാൻ കൊടുത്തില്ല എന്ന്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് സെന്റ് മാർട്ടിൻ നമ്മുടെ കയ്യിലും മറ്റേ ഇവന്മാരില്ലേ മ്യാൻമാറിൽ റഖൈൻ ആർമി, നമ്മൾ 2 കൂടെ ചേർന്ന് ഇപ്പം നമ്മളാണത് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ മാൽദീവ്സിലെ ഇടയ്ക്ക് ഈ പ്രശ്നങ്ങളുണ്ടായി. അവരുടെ ടൂറിസം നിലച്ചു. ഇന്ത്യ ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ. അവിടെ ടൂറിസം പറഞ്ഞാൽ അവിടെ എക്സ്പോർട്ട്. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ലക്ഷദ്വീപിൽ പോയി. പ്രൈം മിനിസ്റ്റർ ലക്ഷദ്വീപ് പോയി ചെയർ മാറ്റിയിട്ട് ഇരുന്നപ്പോഴത്തേക്ക് തന്നെ അവരുടെ ടൂറിസം പൊളിഞ്ഞു. അതെ, ചൈനയുടെ പരോക്ഷവും പ്രത്യക്ഷവുമായ സഹായം അവർക്കുണ്ട്. അവിടെയും അസ്വസ്ഥത
ഉണ്ടായിരുന്നു കുറച്ച് നാൾ. പക്ഷേ ഇപ്പം ഔദാര്യത്തിൽ, ഇന്ത്യയുടെ ഔദാര്യത്തിലാണ് മാൽഡീവ്സ് എന്ന് പറയാൻ പറ്റില്ല. ഇന്ത്യയുടെ അവതാരത്തിലാണ്. ഡ്രിങ്കിങ് വാട്ടർ വേണമെങ്കിൽ ഇവിടുന്ന് പോകണം. ചൈനയിൽ നിന്ന് ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടുവരാൻ പറ്റില്ല. എത്ര അവേഴ്സ് പറക്കണം. ഇന്ത്യയിൽ നിന്നാണ് ഡ്രിങ്കിങ് വാട്ടർ. നന്ദിയില്ലാത്തൊരു വർഗമാണ് മാൽദീവ്സിലുള്ള. ഇവരുടെ അപ്പൻ, ബംഗ്ലാദേശിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അവരുടെ അപ്പനാണ്. ഒരിക്കലും നമ്മളോട് പിന്നെ എന്താ പറയണേ, അതൊന്നും പത്രത്തിൽ വന്നില്ല എന്നേ ഉള്ളൂ. ഈ നമ്മുടെ ഈ ഉടക്കില്ലേ മറ്റേ അവൻ പിന്നെ മാലിയുടെ പ്രസിഡന്റ്, നമ്മളെ എല്ലാ ഇന്ത്യക്കാരന്മാരെല്ലാം കെട്ടും കെട്ടി പൊക്കോളം പറഞ്ഞില്ലേ, ആ സമയത്ത് നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് മാൽദീവ്സിൻ്റെ വന്നിട്ട് ഡൽഹിയിൽ സ്ഫോടനത്തിന്, ഈ സ്ഫോടനമല്ല ഞാൻ പറയുന്നത് 2 വർഷം മുമ്പ് സ്ഫോടനത്തിന് ഇവൻ രജിസ്റ്റർ ചെയ്ത് ഇവൻ അതിൻ്റെ ടൂളായിട്ട് നിന്ന് അവനെ പൊക്കി. ഭീകരൻ. മാൽദീവിന് നമ്മൾ എന്ത് ദ്രോഹം ചെയ്ത്? നമ്മളെ കരുണ കൊണ്ടാണ് അവരുടെ കിടക്കുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, അവന്മാർ അങ്ങനെയാണ്. നിങ്ങൾ യു മസ്റ്റ് സ്പോക്കൺ ആൻഡ് ഡെൽറ്റ് വിത്ത് ദീസ് മാൽദീവൻസ് അല്ലേ. ഒരിക്കലും അടുക്കാൻ കൊള്ളാത്ത ഒരു വർഗമാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഒരിക്കലും, അതാണ് ഞാൻ ശ്രീലങ്കയെ ഞാൻ പറഞ്ഞത്, അവർ നല്ല ആളുകളാണ്, നല്ല മനുഷ്യരാണ്. നോട്ട് നമ്മുടെ ഏറ്റവും ഡിഫിക്കൽട്ട് കസ്റ്റമർ പാകിസ്ഥാൻ നമ്പർ 3 ആണ് ഞാൻ പറയും. നമ്പർ 1 ഈസ് ബംഗ്ലാദേശ്, നമ്പർ 2 ഈസ് മാൽദീവ്സ്. പിന്നെ പരിപാടിയൊന്നും നടക്കില്ല. ചൈനയും പാകിസ്ഥാനും ഒക്കെ അവിടെ വരണമെങ്കിൽ കുറേ ദിവസം എടുക്കും. നമ്മൾ പെട്ടെന്ന് പിടിക്കും. നമുക്ക് മിനിക്കോയ് ദ്വീപിൽ നിന്ന് 60 കിലോമീറ്റർ മറ്റേ ഉള്ളൂ. ടക്കന നമ്മൾ പിടിച്ചെടുക്കും. പിന്നെ നമ്മളത് ചെയ്യാത്ത നമ്മളൊരു സിവിലൈസ്ഡ് കൺട്രി. പിന്നെ നമ്മൾ ഇവന്മാർ കിടന്ന് വിളിക്കും, USA പലരും വിളിക്കും, അത് അവർ മിസ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടായിരിക്കുന്നത്. നിവൃത്തിയില്ലേ നമ്മൾ പിടിച്ചെടുക്കും. അല്ലാതെ ശരി. അപ്പോൾ ഇന്ത്യയുടെ അപ്രമാദിത്വം അവിടെ തെളിഞ്ഞു നിൽക്കുന്നു പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം. അപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ സമീപഭാവിയിൽ, വെരി ഫാർ ഫ്യൂച്ചറിൽ ഇന്ത്യയുടെ സാമന്ത രാജ്യങ്ങളായി ഇത് വീണ്ടും ഇതെല്ലാം മാറിക്കൂടാ എന്നില്ല എന്ന് ഒരു വസ്തുതയല്ലേ? സാമന്തര രാജ്യങ്ങളല്ല, നമ്മൾ പറഞ്ഞാൽ വി വിൽ ഡിക്റ്റേറ്റ് തിങ്സ് ദർ. ഇപ്പം മാലിയിൽ നമ്മളാണ് തീരുമാനിക്കുന്നത്. ശ്രീലങ്കയിൽ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടില്ല അങ്ങനെ പറഞ്ഞാൽ. ശ്രീലങ്കയിൽ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ശ്രീലങ്ക ഈസ് ഓക്കെ, നമ്മളുമായിട്ട് ഒരു അടിക്കും ബഹളമൊന്നുമില്ല. അവരുടെ രാജ്യം രക്ഷപ്പെടുത്താനാണ് അവർ നോക്കണം. പിന്നെ ഭൂട്ടാൻ ഇന്ത്യക്കെതിരായിട്ട് ഒന്നും ചെയ്യില്ല. പിന്നെ നമുക്ക് നേപ്പാൾ ഇടയ്ക്കിടയ്ക്ക്, അത് ഹിന്ദുക്കളല്ലേ, അവരവരുടെ നമ്മൾ ഹിന്ദുക്കളുടെ ക്വാളിറ്റി അവർ കാണിക്കുമല്ലോ. തമ്മിലടി, ഇപ്പോൾ മുട്ടനടിയാണല്ലോ. അപ്പോൾ അതാണ് അവർ കാണിക്കുന്നത്. എന്നാലും നമുക്കവിടെ സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. ചൈനയാണ് അവിടെ കളിക്കുന്നത്, സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. പിന്നെ മ്യാൻമാറിൽ ഇപ്പം നമുക്കൊരു വിജയമുണ്ട്. പിന്നെ റഖൈൻ ആർമി നമ്മളുമായിട്ട് ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് ആണ്. അവരാണ് റോഹിംഗ്യൻസിന് ഇവിടെ കൊണ്ടുവരുന്നുള്ള പരാതി ഉണ്ടല്ലോ. അല്ല, റോഹിംഗ്യൻസ് അവരല്ല കൊണ്ടുവന്ന് കയറ്റി വിടുന്നു. അല്ല, അവരല്ല കൊണ്ടുവന്ന്. വീണ്ടും ഈ ബംഗ്ലാദേശിലുള്ളവന്മാരാണ്. ഈ ഷേഖ് ഹസീനയൊക്കെ ഇരിക്കുമ്പോൾ തന്നെയാണ്. ഈ ഷേഖ് ഹസീനയ്ക്ക് തൊട്ട് മുമ്പ് ആ ലേഡി ഉണ്ടായിരുന്നില്ലേ, ബീഗം, അവരുടെ കാലത്തും പിന്നെ നമ്മുടെ സ്വന്തം ദീദി അറിയാമല്ലോ, നമ്മുടെ സ്വന്തം ദീദി, അവരും കൂടെ ചേർന്നാണ് സകല റോഹിംഗ്യ കയറ്റി ഇങ്ങോട്ട് വിട്ടത്. എന്നുവെച്ചാൽ അവർക്ക് വേണ്ട, ബംഗ്ലാദേശിനും വേണ്ട. അവർക്ക് റേഷൻ കിട്ടുന്നില്ല. ആ നിലയിൽ ഈ കാര്യങ്ങൾ മാറി കൂടുതൽ ഒഴിഞ്ഞു പോക്കുണ്ടാവുന്നുണ്ട്. ബംഗ്ലാദേശികൾ മൂക്കി പിടിച്ചോണ്ട് ഈ റഹിംഗ എടുത്ത് സംസാരിക്കും. രണ്ടും ബംഗാളിയാണ് സംസാരിക്കണത്. ഇഷ്ടമല്ല, അതെല്ലാം പോട്ടെന്ന്, ഇന്ത്യയിലോട്ട് പോട്ടെന്ന് അങ്ങനെ കയറ്റി വിട്ടതാണ്. അപ്പോൾ തിരിച്ചു വെക്കൊണ്ടിരിക്കുകയാണ്. 2 ലക്ഷം പേരെ മറ്റോ പോയി. എന്തൊരു ഭീകരമായ അവസ്ഥയാണ്. SAR വന്നില്ലായിരുന്നെങ്കിൽ അങ്ങ് കയറി അങ്ങ് താമസിക്കുകയാണ്. അടിച്ചു കൊടുക്കും, ആധാർ കാർഡ് അടിച്ചു കൊടുക്കും, ദീദി ആധാർ കാർഡ് അടിച്ചു, എല്ലാം കൂടെ അങ്ങി വരും. നിങ്ങൾക്ക് പെരുമ്പാവൂർ ടൗണിൽ പിന്നെ എന്താ നടക്കണമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഇതെല്ലാം ഇവന്മാരാണ്, ക്രിമിനൽസാണ്. ഈ റോഹിംഗ്യ എന്ന് പറഞ്ഞ ദേ ആർ ക്രിമിനൽ ഒരു ഗ്രൂപ്പാണ്. അങ്ങനെ ആയിപ്പോയി അതുങ്ങൾ. പിന്നെ ഭയങ്കര ക്രൂരന്മാരാണ്. നമ്മളെല്ലാം ബംഗാളി നിൽക്കണം, അവർ ബംഗാളികളല്ല, ദേ ആർ റോഹിംഗ്യാസ്. പിന്നെ 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 നമ്മുടെ രാജ്നാഥ് സിംഗ് സാർ പറഞ്ഞതിൻ്റെ പിന്നാമ്പറം എന്ന് പറയുന്നത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ വീക്ഷിക്കുന്നതനുസരിച്ച് നമ്മുടെ പുട്ടിൻജി ഇവിടെ വന്ന് ഡിസംബർ 1 വീക്കിന് കരാറെല്ലാം ഒപ്പിട്ട് അതിന് തൊട്ട് മുമ്പോ അതിന് തൊട്ട് പുറകെ നെതന്യാഹു ജിയും കൂടെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ കുറേ പരിപാടികൾ നമുക്കുണ്ട്. അതെല്ലാം കൂടെ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് പാകിസ്ഥാന് പണി കൊടുക്കും എന്നാണ് എൻ്റെ കാൽക്കുലേഷൻ. അതെന്തിനെന്ന് പറഞ്ഞാൽ ടിറ്റ് ഫോർ ടാറ്റ്. കാര്യം എന്ന് വെച്ചാൽ JD വാൻസും അയാളുടെ ഭാര്യ ഉഷ വാൻസും കൂടെ നമ്മളിവിടെ വന്ന് ആനയൊക്കെ കണ്ട് തടവി ഭയങ്കര നമ്മൾ റിസപ്ഷനൊക്കെ കൊടുത്തോണ്ട് നിന്നപ്പോഴാണ് ചന്ദ്രനാര് ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ക്രിമിനൽ ആക്ടിവിറ്റിയാണ് അവർ ചെയ്തതെന്ന്. അപ്പോഴാണ് അവർ അറ്റാക്ക് ചെയ്തത്. ദേ കുഡ് ഹാവ് വെയിറ്റഡ് 2 days 3 days. നോ,
വാൻസ് എങ്ങനെ തിരിച്ചു പോയെന്ന് പോലും ആരും കവർ ചെയ്തില്ല. അതായത് ഇവർ കണക്കൂട്ടി വാൻസ് അൺസെറമോണിയസ് ആയിട്ട് പോട്ടെ അങ്ങനെ ചെയ്തതാണ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നമ്മുടെ പുട്ടിൻജി വരുമ്പം നമ്മളും തിരിച്ചു വരണം എന്നൊക്കെ വേണ്ടി. വാൻസിനെ ട്രംപിന്റെ ആളാണല്ലോ വാൻസ്, ട്രംപിന്റെ ആളാണെങ്കിലും പക്ഷേ അത് അവര് അതിനു വേണ്ടി ചെയ്താവണമെന്നില്ല. ഏതിനു വേണ്ടി? അല്ല, വാൻസിനെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ സെറമോണിയൽ യാത്രയപ്പ് നൽകാൻ വേണ്ടിയോ. JD വാൻസ് ഇവിടെ വന്നത് ചെകിട്ടത്ത് പാകിസ്ഥാൻ അടി കൊടുക്കും പോലെയാണ്. അപ്പൊ JD വാൻസ് ഇവിടെ വന്ന് അയാൾക്ക് നമ്മളെ ഇന്ത്യക്കാരെ ഇഷ്ടമാണ്. ഈ ട്രംപിനെ പോലെ ഇത്രയും വൃത്തികേട് പറയുന്ന ഒരാളല്ല അയാൾ. അയാളെ മുഖം തന്നെ കണ്ടില്ലേ, കുറെ സാമുദ്രിക ലക്ഷണം എന്നൊക്കെ പറയില്ല. അയാൾ ഈസ് ഓക്കെ, ട്രംപിനെ പോലെയുള്ള ഒരാളല്ല, ബിസിനസ് മാൻ ഒന്നും അല്ല. പിന്നെ അയാളുടെ ഭാര്യ ഇന്ത്യക്കാരിയാണ്, അവർക്ക് നമ്മളെ ഇന്ത്യക്കാരുമായിട്ട് വലിയ അടുപ്പമൊക്കെ ഉണ്ട്. അപ്പം ഈ ഇവിടെ വന്നതും ഈ നമ്മൾ കൊടുത്ത വാം റിസപ്ഷൻ വെൽക്കമും എല്ലാം ഇവന്മാർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പം നമ്മുടെ മുനീർ അവരിങ്ങനെ അടിച്ചാൽ മതി, ഭീകരാക്രമണം നടക്കും കാശ്മീരിൽ. അന്ന് അങ്ങനെയായിരുന്നു ചെയ്തതാണ്, അതിന് ഒരു സംശയം വേണ്ട. പിന്നെ ഒരു കാര്യം, ചന്ദ്രനാര് മുനീർ ഇത് ഇങ്ങനെ ഒരു ഭീകരാക്രമണം നടന്നപ്പോൾ അവിടുന്ന് CA അല്ലെങ്കിൽ ഇവർ ചോദിക്കില്ലേ, ഇവിടെ എവിടെ എന്തോ നിന്ന്. ഇവർ നേരത്തെ പറഞ്ഞ വേറെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ ഒരു ചെറിയൊരു പരിപാടി അവിടെ കലാപരിപാടി ഒപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്തത്. അതിന് ഒരു സംശയം വേണ്ട. ട്രംപ് നീ എന്തുവാണോ ചെയ്തോ, നമ്മുടെ ബിസിനസ്സൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല, ആ ഒരു ചിന്ത അദ്ദേഹത്തിനുള്ളൂ. പിന്നെ അന്ന് ഇത് നടക്കുമ്പോൾ US ആയിട്ട് നമ്മൾ നല്ല ഇതിലാണ്, ഉടക്കിലാണ്, നമ്മൾ ഒരു പൊടിയും വിട്ടുകൊടുക്കല എന്നുള്ളതിലേക്കാണ്. അപ്പോൾ നമ്മളെ ട്രൈ ടു ടീച്ച് എ ലെസൺ. അത് എപ്പോഴും അങ്ങനെയാണ്. ഈ USA ലോകത്തിൽ ഒരു രാജ്യത്തോടും ഭയങ്കരമായ സ്നേഹവും ഇല്ല, ശത്രുതയില്ല. അവർക്ക് ബിസിനസ് മാത്രം. അങ്ങനെയാണ് അവരുടെ രാജ്യം, അങ്ങനെയാണ്. തീർച്ചയായും ഇന്ത്യ സാമ്പത്തിക ശക്തിയായിട്ട് ഉയരുന്നു എന്നുള്ളത് വസ്തുതയാണ്. മാത്രമല്ല, ഇന്ത്യ സൈനിക ശക്തിയായി ഏറ്റവും മികച്ച, ഏഷ്യയിലെ ഏറ്റവും മികച്ച സൈനിക ശക്തിയായി മാറുന്നു എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം വിശദീകരിച്ചത്. കാരണം വ്ളാഡിമിർ പുടിൻ്റെയും അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും സന്ദർശനത്തിന് ശേഷം ഇന്ത്യ കൂടുതൽ കരുത്തോടെ ഏഷ്യൻ മേഖലയിൽ തിളങ്ങി നിൽക്കും എന്നുള്ള കാര്യവും നാം വിസ്മരിക്കേണ്ട. മറ്റൊരു കാര്യം, അഖണ്ഡ ഭാരതം എന്ന നമ്മുടെ ആ യാത്രയിലേക്ക് നാം ചുവടുകൾ വച്ചിരിക്കുന്നു എന്നും കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ പ്രസ്താവന വെളിവാക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം.